നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങൾ കൂടെ ഇല്ലാതെ ഈ വ്യക്തി സന്തോഷത്തിലാണ് എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി എല്ലാ തരത്തിലും ഭൗതിക സുഖങ്ങളോട് കൂടി മുന്നോട്ട് ജീവിച്ചു പോകാം എന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളില്ലാതെയാണെങ്കിലും ഈ വ്യക്തി നന്നായി സന്തോഷത്തോടെ തന്നെ ജീവിക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ വ്യക്തിക്ക് സ്വന്തമായി തന്നെ തെറ്റിപ്പോയി എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് സാഹചര്യങ്ങൾ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ, നിങ്ങളുടെ അസാന്നിധ്യത്തിൽ, അതായത് നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ വ്യക്തിക്ക് ഒരു തരത്തിലും സന്തോഷമായി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു, തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വ്യക്തി പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എവിടെയായിരിക്കുമെന്നും നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ്. കാരണം ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ മാറ്റിവെക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തിക്ക് സന്തോഷകരമായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ചിരിയും സംസാരവും സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റവും എല്ലാം തന്നെ ഈ വ്യക്തി ഒരിക്കലും മറന്നു പോകുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും മറക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയുമില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് വളരെയധികം പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നന്നായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകളെ കുറിച്ച് ഓർത്ത് മാത്രമല്ല, നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റായ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഈ വ്യക്തി സ്വന്തമായി പഴിചാരുന്നുണ്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വ്യക്തി വളരെ മനോഹരമായി തന്നെ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുവാനും മനസ്സ് തുറന്ന് സംസാരിക്കുവാനും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായി തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളോടുള്ള ഒരു മനസ്സമാധാനം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ആത്മാർത്ഥത കൂടിയാണ്. ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് എന്നെന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറാണ്. കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളിലൂടെ എന്തൊക്കെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുതരാൻ സാധിക്കുന്നുവോ അതെല്ലാം കൊണ്ടുതരാൻ ഈ വ്യക്തി തയ്യാറാണ്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി ചെയ്തു പോയതിന് നിങ്ങൾ നല്ല രീതിയിൽ ക്ഷമയോടുകൂടി തെറ്റുകൾ, അതായത് ആ തെറ്റ് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളതാണ്. അത് മാത്രമാണ് ഈ വ്യക്തിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കുട്ടികളുമൊക്കെയായി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഒരിക്കലും ഇതൊന്നും തനിക്ക് വേറെ ആരിൽ നിന്നും ലഭിക്കുകയില്ല എന്നുള്ള സത്യം ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ മാത്രം ചേർത്ത് പിടിക്കാനാണ് ഈ വ്യക്തി താല്പര്യപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തെറ്റുകൾ നിങ്ങൾ മനഃപൂർവ്വം, അതായത് നിങ്ങൾ അത് വളരെ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും സംശയമില്ല. അതുകൊണ്ട് ഈ വ്യക്തി വളരെ മനോഹരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമുള്ളത് പോലെയാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരു പൂർവ്വജന്മ സുഹൃത്തം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും സംശയവുമില്ല. അതുകൊണ്ട് ഈ വ്യക്തി വളരെ മനോഹരമായി തന്നെ നിങ്ങളെ കാത്തു സൂക്ഷിക്കാനും ഈ പ്രണയബന്ധത്തെ പരിപാവനമായി, അല്ലെങ്കിൽ വളരെ പരിശുദ്ധമായി തന്നെ കാത്തു സൂക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്.
ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തിയുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നന്നായി തന്നെ ഉയർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക, ജോലി മേടിക്കുന്ന കാര്യമാണെങ്കിൽ നന്നായി ജോലി മേടിക്കുക, നല്ലൊരു ഉയരത്തിൽ എത്തിച്ചേരുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണം തന്റെ ജീവിതം നല്ല രീതിയിൽ താൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ കലാശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ചിന്തയിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സമാധാനപരമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്, സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഈ വ്യക്തി നിങ്ങൾ ആദ്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ വ്യക്തിയെ കണ്ടതും നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയതും നിങ്ങൾ മനോഹരമായി ചെലവഴിച്ച നിമിഷങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വ്യക്തി വളരെ മനോഹരമായിട്ട് ഇന്നും ആലോചിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ വ്യക്തിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ വ്യക്തി അത്രയും ഒരു സാധാരണ രീതിയിൽ, അതായത് സാധാരണ രീതിയിൽ എന്ന് പറയുന്നത് വളരെ ശാന്തമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഇനി നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും വേണ്ട എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഇവിടെ ചില സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനും വെളിപ്പെടുത്തുവാനും താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളോട് പറയാതെ മാറ്റിവെക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ വളരെ ഒരു സ്റ്റെബിലിറ്റിയും, അതായത് ഒരു നിലനിൽപ്പും എന്നേക്കുമായിട്ട് ഊർജ്ജസ്വലതയോട് കൂടി മുന്നോട്ട് പോകാനൊക്കെ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ശത്രുക്കളുമായി മെല്ലിടാനോ അവരുമായിട്ട് പ്രശ്നങ്ങളിൽ നിൽക്കാനോ ചെയ്യാതെ നിങ്ങളുമായി പരസ്പരം മനസ്സിലാക്കി മനസ്സ് തുറന്ന് സംസാരിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പലതരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും സ്വഭാവ രീതികളുമാണ്. അതിനെക്കുറിച്ച് ഈ വ്യക്തിക്ക് എന്നെന്നും വളരെ നല്ല രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളെ കാത്തിരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനും ഒക്കെ ഈ വ്യക്തി മാത്രമുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തി വളരെ മനോഹാരിതയോടുകൂടി, അല്ലെങ്കിൽ വളരെ മനോഹരമായി തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ്, നിങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ജീവിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കഷ്ടതകളെക്കുറിച്ചും ഒക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ ഈ വ്യക്തി മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ വ്യക്തിയെ സ്നേഹിക്കുവാനും മനസ്സിലാക്കാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ മനോഹരമായി തന്നെ നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട്, അതായത് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വ്യക്തി തയ്യാറാവുകയാണ്. ഇതിനിടയിൽ പരസ്പരം കരിവാരി തേക്കുവാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ മറ്റു പലവരും ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പക്ഷെ അവരുടെ അഭിപ്രായങ്ങളൊന്നും ചെവിക്കൊള്ളാതെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. ഇനി മുന്നോട്ടൊരു ജീവിതമുണ്ടെങ്കിൽ നിങ്ങളുമായി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളോട് കൂടിയുമാണ് ഈ വ്യക്തി നിൽക്കുന്നത്. ചില സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയത്തെ കീറിമുറിച്ച് കളയുന്ന വിധത്തിലുള്ള വിഷമങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു ചേരുക. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ഈ വ്യക്തി പലപ്പോഴും ചിന്തിക്കും,
തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തു പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും വരാറുണ്ട്. പക്ഷെങ്കിൽ പോലും ഇപ്പോൾ ശത്രുക്കളെ മാറ്റി നിർത്തി നിങ്ങളെ ചേർത്ത് പിടിക്കാനും നിങ്ങളെ സന്തോഷിപ്പിക്കുവാനും തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഈ വ്യക്തി ഒരിക്കലും സന്തോഷത്തിലല്ല, ദുഃഖത്തിൽ തന്നെയാണ്. കാരണം ഈ വ്യക്തിക്ക് ഒറ്റപ്പെടലിന്റെ വേദന പലപ്പോഴും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ ആഴത്തിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം മാത്രമാണ് എന്ന് തന്നെയാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ ഈ വായനയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.